റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രത്യേക പരിശോധനയായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 330 കേസുകൾ. ആകെ കേസുകളിലായി 390 പേരെ അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് പെരുമ്പാവൂർ സബ് ഡിവിഷനിലാണ്. ഇവിടെ 130 കേസുകളിലായി 155 പേരെ അറസ്റ്റ് ചെയ്തു. ആലുവ സബ് ഡിവിഷനിൽ 75 കേസുകളിലായി 101 പേരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 145 കിലോഗ്രാമോളം കഞ്ചാവാണ് ഇതുവരെ പിടിച്ചെടുത്തത്. ഇതിൽ 17 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവ് പെരുമ്പാവൂരിൽ നിന്നാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിയുൾപ്പെടെ ദമ്പതികളടക്കം 10 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് കടത്തിന് ഉപയോഗിച്ച ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ 6 വാഹനങ്ങൾ ഇതിനകം പോലീസ് പിടിച്ചെടുത്തു കഴിഞ്ഞു. ടൂറിസ്റ്റ് വിസയിൽ തായ്ലൻഡിലേക്ക് ആളുകളെ അയച്ച് അവിടെ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിൽ എത്തിച്ചിരുന്ന സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയെന്നാണ് പോലീസ് ഇതിനെ വിലയിരുത്തുന്നത്. പിടിച്ചെടുത്ത കഞ്ചാവിന് 18 കോടി രൂപയോളം വിപണി മൂല്യമുണ്ടെന്നാണ് കണക്ക്. ഇതിനു പുറമെ 35 ഗ്രാം MDMA, 790 ഗ്രാം ഹാഷിഷ് ഓയിൽ, 200 ഗ്രാം ഹെറോയിൻ എന്നിവയും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടികൂടിയിട്ടുണ്ട്. അത്താണി ജംഗ്ഷനിൽ വാഹനത്തിൽ കടത്തുന്നതിനിടെ 24 ഗ്രാം MDMA പിടികൂടി 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഹെറോയിൻ വിതരണ ശൃംഖലയിലെ പ്രധാന കണ്ണിയായ അസം സ്വദേശി ഷെഫീഖുൾ ഇസ്ലാം ഉൾപ്പെടെയുള്ളവരും പോലീസിന്റെ പിടിയിലായി. മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചു വരികയാണ്. റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യാപാരി സംഘടനകൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെയാണ് പരിപാടികൾ നടപ്പിലാക്കുന്നത്. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ സുദർശനാണ് റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.